ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് ഇഫ്താറിനൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. എനർജി കിട്ടാനും നല്ല ക്ഷീണം മാറ്റാനും ഒക്കെ പറ്റിയൊരു ഡ്രിങ്കാണിത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് കസ്കസ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നട്ട്സാണ് വേണ്ടത്. അണ്ടിപ്പരിപ്പും പിസ്തയും ബദാമും ഒക്കെ കുറേശ്ശെ മതി കേട്ടോ, കുറച്ച് മതിയാവും. പിന്നെ 2 ഈത്തപ്പഴം വേണം. ഞാനിപ്പോൾ വലിയ ഈത്തപ്പഴം ആയതുകൊണ്ട് 2 എടുത്തിട്ടുള്ളൂ. ചെറുതാണെങ്കിൽ 3 അല്ലെങ്കിൽ 4 ഒക്കെ എടുക്കാം. കുരുവൊക്കെ കളഞ്ഞ് വെച്ചിട്ട് പിന്നെ കുറച്ച് ചുടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാൻ വെക്കാം. ഇത് രണ്ടും അടച്ച് വെക്കാം. കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്കത് എടുക്കാം. പിന്നെ കുറച്ച് ചവ്വരി എടുക്കുന്നുണ്ട്. ഞാൻ ഒരു 50 ഗ്രാം ചവ്വരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതും നന്നായി ഒന്ന് കഴുകിയിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചാൽ തന്നെ അതിങ്ങനെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരും. ആ സമയത്ത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് ഒരു അരിപ്പയിൽ ഒഴിച്ചിട്ട് കുറച്ച് പൈപ്പിലത്തെ വെള്ളം, തണുത്ത വെള്ളമല്ലേ, അത് ഒഴിക്കുക അതിൻ്റെ മുകളിൽ. അപ്പോൾ പിന്നെ വീണ്ടും അത് കുക്കാവാതിരിക്കും, അല്ലെങ്കിൽ അതിങ്ങനെ ഒട്ടിപ്പോകും കേട്ടോ. എന്നിട്ട് നമുക്കതൊരു ബൗളിലാക്കി വെക്കാം. ഇനി നമുക്ക് പാലൊന്ന് കാച്ചിയെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഫുൾ ഫാറ്റ് മിൽക്കാണ്. അപ്പോൾ പാലിവിടെ കിടന്ന് ചൂടാവട്ടെ. ആ സമയം കൊണ്ട് നമ്മൾ നട്ട്സൊക്കെ കുതിർത്ത് വെച്ചിരുന്നില്ലേ, അതൊന്ന് അരച്ചെടുക്കുക. ആ വെള്ളം തന്നെ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. അത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയേക്കാം കേട്ടോ. പിന്നെ പാലിപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ബാർലിപ്പൊടിയാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ മതിയാവും. ബാർലിപ്പൊടി അതിൽ ഡയറക്റ്റ് തന്നെ ഇടാം കേട്ടോ. ഈ ബാർലി ഇല്ലെങ്കിൽ ഇതിന് പകരം നമുക്ക് കസ്റ്റേർഡ് പൗഡർ 1 ടീസ്പൂൺ ചേർക്കാം. അതല്ലെങ്കിൽ കോൺഫ്ലവർ ചേർക്കാം കേട്ടോ. അപ്പോൾ കോൺഫ്ലവറും കസ്റ്റേർഡൊക്കെ ആണെങ്കിൽ കുറച്ച് പാലിലൊന്ന് കലക്കിയിട്ട് വേണം അതിൽ ചേർക്കാൻ. ഇനി നമ്മൾ അരച്ച് വെച്ച നട്ട്സും ഇടാം. അതേപോലെ ആ ചവ്വരിയും വേവിച്ചത് അതും മിക്സ് ചെയ്യാം. എന്നിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള ഒന്നുകിൽ പഞ്ചസാര ചേർക്കാം, അതല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ കണ്ടൻസ്ഡ് മിൽക്കാണ് 2 സ്പൂണേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഈത്തപ്പഴത്തിൻ്റെ മധുരം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ കുടിക്കുന്ന ഒരു ഡ്രിങ്ക് ആയതുകൊണ്ട് കുറേയൊന്നും മധുരം ഇല്ലാത്തതാണ് നല്ലത്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കത് ചൂടാറാൻ വേണ്ടി മാറ്റിയേക്കാം. ഇപ്പോൾ നല്ലോണം ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര കട്ടിയേ പാടുള്ളൂ കേട്ടോ. ഒരുപാട് കസ്റ്റേർഡോ അല്ലെങ്കിൽ ബാർലോ ഏതും കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയായി പോവും. അപ്പോൾ നമുക്ക് കുടിക്കാൻ പാകത്തിനുള്ള ഒരു കുറുക്കം മതി. ഇനി നമുക്ക് ആ കസ്കസും കൂടെ അതിൽ മിക്സ് ചെയ്യാം. കസ്കസ് ചേർത്ത് കഴിഞ്ഞാൽ കണ്ടോ നല്ല ഭംഗിയെ കാണാൻ ഈ ജ്യൂസ്. ഒരു ലൈറ്റ് ക്രീം കളറും. കസ്റ്റേർഡാ ചേർക്കണമെങ്കിൽ ചെറിയ യെല്ലോ കളറായിരിക്കും. ഇത് ബാർലി ആയതുകൊണ്ടാണ് ഈ കളർ കേട്ടോ. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. ഗ്ലാസ്സിലേക്ക് കുറച്ച് തേൻ ഒഴിക്കുന്നുണ്ട് ഞാൻ. അത് ഓപ്ഷണലാണ് കേട്ടോ, ഒരു നിർബന്ധമില്ല. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒഴിച്ചതേ ഉള്ളൂ. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റും നല്ല എനർജിയൊക്കെ കിട്ടണ നല്ലൊരു ഡ്രിങ്കാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.